Next lesson is the Serang of Ranaganji. From examination point of view, this is a very, very, very important lesson, my dear students. So have a very deep look. Okay, let's not waste any time. Let's directly go to the summary. This one is by Dr. A.J. Cronin. Okay, remember the name of the author. The Serang of Ranaganji. The story The Serang of Ranaganji by Dr. A.J. Cronin is about a sea voyage from Liverpool to Calcutta. Sea voyage. എന്താണ് വാട്ടർ ട്രാവലിംഗ് ആണ്, സീ ട്രാവലിംഗ് ആണ് ശരിക്കും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു വോയേജിൽ നടന്ന ഇൻസിഡൻസ് ആണ് ശരിക്കും ഇവിടെ പറയുന്നത്. ഓക്കെ, ഫ്രം ലിവർപൂൾ ടു കൽക്കട്ട. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തെങ്കിലും ഇൻസിഡൻറ്റ് നറേഷനോ മറ്റു കാര്യങ്ങളോ വരുമ്പോൾ എവിടെ നിന്ന് എവിടെ വരെയുള്ള ഒരു വോയേജ് ആണെന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. It tells how the author and the hero of the story manage a potential calamity silently and bravely. ഒരു വലിയൊരു അവസ്ഥ അല്ലെങ്കിൽ ഇത്തരം കലാമിറ്റി പോലൊരു സംഭവം, പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു കലാമിറ്റി അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവം എങ്ങനെയാണ് ഇതിൻ്റെ ഓഥർ ഡോക്ടർ എ ജി ക്രോണിനും ഇതിൻ്റെ ഹീറോ ഓഫ് ദി സ്റ്റോറി ഓക്കെ എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്തത് എന്നാണ് ശരിക്കും ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോറിയിൽ പറയുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് നടന്നൊരു കാര്യമാണ്. ആൻഡ് let me tell you one thing, guys. This is a summary. If you want to get a very deep knowledge about the lesson, you are supposed to read the entire story from the English textbook, your textbook. Why chirikanam? Because I already told you this is a very, very, very important lesson from examination point of view. Okay, sure. Let us continue reading. The story begins with a fashionable lady's remark about a native seaman. Okay, let us see what is that. He was an ugly man with short legs and a large head. He was the boatswain of the ship Ranaganji. അപ്പോൾ ഷിപ്പിൻ്റെ പേരാണ് റണഗാഞ്ച്. ഓക്കെ, they spoke of him as a comic creature. ഒരാളെ കളിയാക്കുന്നത് പോലെയുള്ളൊരു നേച്ചറാണ് ആ ബ്യൂട്ടിഫുൾ ലേഡി ശരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഫാഷനബിൾ ലേഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എ ജി ക്രോണിൻ, the physician of the ship, overheard this remark. The ship was crowded with tourists and most of them were accompanied by their wives and families. എല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നത്. When the ship landed at port, said the tourist went out for shopping. On the following morning, Serang, Serang എന്ന് പറയുന്നത് ഇതിൻ്റെ നടത്തുകാരൻ അല്ലെങ്കിൽ കപ്പലിൻ്റെ ക്യാപ്റ്റൻ പോലെ ഒരാൾ. Serang appeared with 2 lascars. They were obviously sick. Cronin diagnosed that they were suffering from സ്മോൾ പോക്സ്. അപ്പോൾ ശരിക്കും ക്രോണിൻ അവിടുത്തെ ഫിസിഷ്യൻ ആണല്ലോ, ഡോക്ടർ ആണല്ലോ. അപ്പോൾ 2 പേര് നമ്മുടെ സെറാങ് കൊണ്ടുവന്ന 2 പേർക്ക് ശരിക്കും എന്തുണ്ടായിരുന്നു? സ്മോൾ പോക്സ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അറിയാമല്ലോ, കുറച്ചുകൂടി എപ്പിഡമിക് നേച്ചറുള്ള ഒരു സംഭവമാണ്, എല്ലാവർക്കും പേടിയാണത് അക്കാലത്തൊക്കെ പ്രത്യേകിച്ച്. Cronin diagnosed that they were suffering from smallpox. Cronin reported the matter to the captain. He advised the doctor to keep it as a secret. He requested the doctor to arrange an isolated area for the patient. ഇതിപ്പോൾ അങ്ങനെ പെട്ടെന്നൊക്കെ ഇത് ആൾക്കാരെ അറിയിച്ചാൽ എല്ലാവരും പാനിക്കാവും. പാനിക്കാവുന്നത് മാത്രമല്ല, ഇത് ആ യാത്രനെ ബാധിക്കും അല്ലേ. എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകളുടെ സമയത്ത് എന്ന് പറയുമ്പോൾ ഇത്രയും മെഡിക്കൽ നോളജ് അവയർനെസ് ഒന്നും ഇല്ല ആൾക്കാർക്ക്, അത്ര മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല ആ സമയത്ത്. അപ്പോൾ എല്ലാവരും ലിറ്ററേറ്റ് ആണെങ്കിൽ പോലും എല്ലാവർക്കും പേടിയാണ് ഇത്തരം അസുഖങ്ങൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആ ഒരു കാലത്ത്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ എന്ത് പറഞ്ഞു? കീപ് ഇറ്റ് ആസ് എ സീക്രറ്റ്, ലെറ്റ് us മേക്ക് എ വെരി ഐസൊലേറ്റഡ് ഏരിയ, അല്ലെങ്കിൽ അവരെ ഒറ്റയ്ക്ക് നമുക്ക് നിർത്താനുള്ളൊരു സ്ഥലം ആദ്യം ക്രിയേറ്റ് ചെയ്യാം ആ ഷിപ്പിൽ. ഡോണ്ട് മേക്ക് ദിസ് എ ഫ്ലാഷ്, അല്ലെങ്കിൽ ഇത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പാനിക്കാവും, ആ വോയേജിനെ തന്നെ, ആ യാത്രനെ തന്നെ അത് ബാധിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു? ദ സെറാങ് ഹെൽപ്ഡ് ടു മേക്ക് എ ഷെൽട്ടർ ഓൺ ദ ഡെക്ക്. Within an hour, he built a large canvas shelter. Another man showed signs of smallpox. At that time, the Serang Hassan, make it into a knot, Hassan is the hero of the story. Serang Hassan helped the doctor without showing any fear. Hassan ഒട്ടും പേടിയില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കൂടി വന്നല്ലോ, സ്മോൾ പോക്സ്, വീണ്ടും ഒരാൾ കൂടി വന്നു. അപ്പോൾ ആ പേടിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഹസൻ ഒരു ഉത്തരവാദിത്വം എന്ന പോലെ, തൻ്റെ സ്വന്തം ഒരു കടമ എന്ന പോലെ ഹസൻ കാര്യങ്ങൾ ചെയ്യുവാണ്. The next day, 6 or 7 men came with signs of smallpox. അടുത്ത ദിവസമായപ്പോൾ 6-7 പേർ കൂടി വന്നു. കാര്യം കുറച്ചുകൂടി വഷളായി തുടങ്ങി. Again, Hassan took too much care to treat them. അവരെയും നല്ല രീതിയിൽ തന്നെ ഹസൻ കെയർ ചെയ്തു. Serang sat watchful when one of the victims was in a coma state. Serang was really from Punjab. His parents had wandered to South India. It was at that time he took a seafaring life. He had no place on the shore and remained unmarried. He had no saving. Cronin expressed his wish that he should be paid extra for this extra service. അപ്പോൾ ഒരാൾ ഒരു കോമ സ്റ്റേറ്റിലൊക്കെ പോയപ്പോൾ അയാളെ വളരെയധികം ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു, അയാളെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ശരിക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റോറി അറിയാമല്ലോ, പേരൻസ് ഒക്കെ സൗത്ത് ഇന്ത്യയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി
അതുകൊണ്ടാണ് ഈ ഒരു സീ ഫാറിംഗ് ലൈഫ് ഇഷ്ടപ്പെട്ട് വന്നതാണ്. കരയിലൊരു വീടോ അല്ലെങ്കിൽ വൈഫോ അങ്ങനെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സേവിങ്സോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ശരിക്കും ക്രോണിൻ, നമ്മുടെ ഓതർക്ക് ശരിക്കും ഇത് കണ്ടു തന്ന ക്രോണിന് ശരിക്കും ഈ ഒരു സർവീസിന്, അദ്ദേഹത്തിൻ്റെ വളരെ വിലപ്പെട്ടൊരു സർവീസിന് ശരിക്കും എക്സ്ട്രാ പേയ്മെൻറ്റ് വരെ കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. അതിനൊന്നും ശരിക്കും ഹസൻ അത് പൈസയ്ക്ക് വേണ്ടി എന്നുള്ളൊരു മൈൻഡൊന്നും ഹസൻ ഉണ്ടായിരുന്നില്ല. ഹി വാസ് ഹാപ്പി വിത്ത് വാട്ട് ഹി ഹാഡ്. When two of their patients died, Hassan himself sewed their shrouds, read aloud a short passage from Ramayana and threw their bodies overboard. See, അതൊക്കെയാണ് ഒരാളുടെ കടമ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എന്നൊക്കെ പറയാം നമുക്ക് ഇതിനെ, അല്ലേ? അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആ ഷിപ്പിൽ വേറെ ആൾക്കാരുണ്ടല്ലോ, ദേ ഹാഡ് നോട്ട് ഡൺ എനിത്തിങ്. സോ ബട്ട് ഹസൻ ഡിഡ് ഇറ്റ്. ദാറ്റ് മേക്സ് ഹിം ദ ഹീറോ ഓഫ് ദ സ്റ്റോറി, റൈറ്റ്? അദ്ദേഹത്തെ ഹീറോ ആക്കാൻ, അല്ലെങ്കിൽ ക്രോണിൻ അദ്ദേഹത്തിനെ ഇങ്ങനെ ഡെപ്പിക്റ്റ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി എഴുതാൻ കാരണം അദ്ദേഹത്തിൻ്റെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള, റീപ്ലേസബിൾ അല്ല ഇതൊന്നും, അല്ല ഇറീപ്ലേസബിൾ ആയിട്ടുള്ള ഒരു സർവീസിൻ്റെ ഭാഗമായിട്ടാണ്. വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൽ ഇപ്പോൾ കുറച്ച് മരണങ്ങൾ സംഭവിച്ചപ്പോൾ അവർക്ക് ശരിക്കും അതിൻ്റെ ഒരു യാത്രാമൊഴി അല്ലെങ്കിൽ അവരുടെ ചടങ്ങുകൾ പ്രകാരം രാമായണത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ, ശ്ലോകങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് അതിൻ്റെ എല്ലാ ക്രിയകളും അദ്ദേഹം തന്നെ ചെയ്തു. In the end, when most of them showed signs of health, there appeared 3 swords in the arms of Hassan. The voyage came to an end. As Hassan was trying to unload the baggage, that lady's voice was heard again. She was surprised to see that dirty creature. She asked Cronin where he had kept that dirty creature during the whole voyage. നമ്മുടെ ബിഗിനിങ്ങിൽ ഇദ്ദേഹത്തെ കളിയാക്കിയ ഒരാളുണ്ടല്ലോ, അവസാനം ഈ ബാഗ് ലഗേജുകളൊക്കെ എടുക്കുന്ന സമയത്ത് വീണ്ടും ആ ഫാഷനബിൾ ആയിട്ടുള്ള ലേഡി ഇദ്ദേഹത്തെ കണ്ടു. എന്നിട്ട് ക്രോണിനോട് ചോദിച്ചു, എവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുകയായിരുന്നു വളരെ അഗ്ലി ആയിട്ടുള്ളൊരു ക്രിയേച്ചറിനെ? പുള്ളിക്കാരി അറിയുന്നില്ലല്ലോ കാര്യങ്ങളൊന്നും തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പുള്ളിക്കാരി ഒന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പോഴും ഒരു പരിഹാസത്തിൻ്റെ ചുവയിൽ കാര്യങ്ങൾ ചോദിച്ചത്, അല്ലേ? ഒന്നുകൊണ്ട് നോക്കിയാൽ ഷീ ആസ്ക്ഡ് ക്രോണിൻ വേർ ഹി ഹാഡ് കെപ്റ്റ് ദാറ്റ് ഡർട്ടി ക്രിയേച്ചർ ഡ്യൂറിംഗ് ദ ഹോൾ വോയേജ്. ഷീ ഓൾസോ ആസ്ക്ഡ് ഹിം വെദർ ഹി ഹാഡ് കെപ്റ്റ് ഹിം ഇൻ എ കേജ്. At this question, Cronin agreed that it was in a cage that he had kept him. But all the animals were outside the cage. ഒരു ഗുഹയിൽ തന്നെയാണ് ഒളിപ്പിച്ചേക്കുന്നത്, പക്ഷേ മൃഗങ്ങളൊക്കെ പുറത്തായിരുന്നു. കാരണം മനുഷ്യൻ്റെ സ്വഭാവമുള്ള ഒരേ ഒരാൾ അദ്ദേഹമായിരുന്നു. ഇത്തരം ക്രിയേച്ചേഴ്സൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു ലേഡിനെ പോലുള്ള ക്രിയേച്ചേഴ്സൊക്കെ പുറത്തായിരുന്നു, മൃഗങ്ങളൊക്കെ പുറത്തായിരുന്നു, ഗുഹയിൽ അദ്ദേഹം മാത്രം ഉണ്ടായിരുന്നു എന്നുള്ള വളരെ ഒരു ഇൻഡയറക്റ്റ് ഡബിൾ മീനിങ് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പരിഹാസത്തിൻ്റെ ചുവയിൽ തിരിച്ചും മറുപടി കൊടുത്തു. അങ്ങനെ ബ്യൂട്ടിഫുള്ളി ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ശരിക്കും ക്രോണിൻ ആണ് ഓതർ. അറിയാതെ തന്നെ നല്ല ഹ്യൂമാനിറ്റിയാണ് ശരിക്കും ഇവിടുത്തെ മെയിൻ ഇൻസിഡൻറ്റ്. ഇപ്പോൾ ഇതുപോലത്തെ ഒരു ചാപ്റ്ററിൽ ഒരു എപ്പിഡമിക് ഉണ്ടല്ലോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനൊരു യൂണിറ്റിൽ ഇത് ഉൾപ്പെടുത്താൻ കാരണം. ആൻഡ് വളരെ എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടമുള്ളൊരു ലെസണാണ് ശരിക്കും നിങ്ങളുടെ എൻറ്റയർ സിലബസിൽ ഇത്. ഇതുപോലെ ഇഫിന് ശേഷം പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ശരിക്കും സെറാങ് ഓഫ് റനാഗാഞ്ചിയാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. എന്തോരം ഇൻസിഡൻസ് ഉണ്ടല്ലോ, എന്തോരം ചാൻസസ് ഉണ്ട് ക്വസ്റ്റ്യൻസിന് തന്നെ. എത്ര പേര് ഡയറി, എന്തൊക്കെ കോൺവെർസേഷൻസ് ചോദിക്കാം, ലെറ്റർ ചോദിക്കാം. ഇപ്പോൾ ഇതിലുണ്ടായിരുന്ന ഒരു പാസഞ്ചർ, ദ എൻറ്റയർ ഇൻസിഡൻറ്റ് കണ്ടൊരു പാസഞ്ചർ ഈ വോയേജിനൊക്കെ ശേഷം എന്താണ് തൻ്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ അയക്കുവാണ്, ഇമെയിൽ അയക്കുവാണ്. ദാറ്റ് ഇസ് ഓൾസോ പോസിബിലിറ്റി. അല്ലെങ്കിൽ ഈ അസുഖം വന്ന ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, തിരിച്ചു വന്നിട്ട് ഇദ്ദേഹത്തിന് ഒരു താങ്കിങ് ലെറ്റർ അയക്കുവാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഫ്രണ്ടിനൊരു താങ്കിങ് ലെറ്റർ, ഫ്രണ്ടിന് ഈ കാര്യം വിവരിച്ചുകൊണ്ടൊരു ലെറ്റർ എഴുതുന്നു. ദാറ്റ് ഇസ് ഓൾസോ പോസിബിലിറ്റി. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുമ്പോൾ എന്താണ് ഈ ലേഡി, ചാൻസ് കുറവാണെങ്കിലും ഫാഷനബിൾ ലേഡി കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഒരു ക്ഷമ ചോദിക്കുന്ന പോലെ ഒരു ലെറ്റർ, അതാവാം. അല്ലെങ്കിലോ ഇതൊക്കെ കണ്ടതിന് ശേഷം ഡോക്ടർ എ ജി ക്രോണിൻ ആ ഷിപ്പിൻ്റെ മാനേജ്മെൻറ്റിന്, അല്ലെങ്കിൽ അതിൻ്റെ മാനേജേഴ്സിനോട്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ഭാരവാഹികളോട് ഈ കാര്യം കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ഹസൻ എന്ന് പറയുന്ന ആൾക്ക് എന്തെങ്കിലും പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു ഫെലിസിറ്റേഷൻ പോലെ ഒരു ചടങ്ങ് നടത്തുവാണെങ്കിലോ അവിടെ ഹസൻ ഡെലിവർ ചെയ്യാൻ ചാൻസ് ഉള്ളൊരു സ്പീച്ച് എന്തായിരിക്കും? അത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഹസൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരിക്കലും പണത്തിനോ അല്ലെങ്കിൽ ഇത്തരം അംഗീകാരങ്ങൾക്കോ വേണ്ടി നടക്കുന്ന ഒരാളല്ല. അപ്പം അങ്ങനെ ആയിരിക്കണം ശരിക്കും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചും കൂടി നിങ്ങൾ റെഡിയാക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ഇതിനെ ഒരു സർവീസ് ആയിട്ടും കടമയായിട്ടും ഹ്യൂമാനിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിട്ടാണ് ശരിക്കും ഈ ഒരു ക്യാരക്ടറിനെ ക്രോണിൻ കാണിച്ചിരിക്കുന്നത്, അല്ലേ? പോർട്രേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരം രീതിയിൽ തന്നെ വേണം അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ് സ്പീച്ചിൽ. എ ജി ക്രോണിൻ ഹസൻ എഴുതുന്നതാവാം, ഹസൻ എ ജി ക്രോണിൻ എഴുതുന്നതാവാം. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. സി, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ശരിക്കും ഇതിൽ നിന്നൊരു കാര്യമുണ്ട്. നമുക്ക് ആദ്യം നോക്കാം. ആക്ടിവിറ്റി 2 ഒരു ലെറ്റർ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം വാട്ട് ഇസ് ദാറ്റ്. യു നോ ദാറ്റ് എ ജി ക്രോണിൻ, ദ ഫിസിഷ്യൻ ഓഫ് ദി ഷിപ്പ്, ഇസ് എക്സ്ട്രീംലി ഇംപ്രസ്ഡ് ബൈ ദ സർവീസ് ഓഫ് ഹസൻ. യാ, ഇമാജിൻ ദാറ്റ് ആഫ്റ്റർ ദ വോയേജ് Cronin writes a letter to the director of the company, as I told you, which owns the ship Ranaganji. എന്തായിരുന്നു? ഡീറ്റെയിലിംഗ് ദ സെൽഫ്ലെസ് സർവീസ് ഹസൻ റെൻഡേർഡ് ഡ്യൂറിങ് ദ വോയേജ്. അദ്ദേഹം ചെയ്ത വളരെ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ നല്ലൊരു
കാര്യം ചെയ്ത കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും അതിൻ്റെ ഡയറക്ടറിന്, ആർക്ക്, ഈ ഷിപ്പിൻ്റെ ഡയറക്ടറിന്, കമ്പനിയുടെ ഡയറക്ടറിന്, രണഗാഞ്ചി ഓൺ ചെയ്യുന്ന കമ്പനിയുടെ ഡയറക്ടർക്ക് എഴുതുവാണ്. He also requests the director to reward Hassan with a promotion in return for his service. ഈ ഒരു സർവീസിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ലെറ്റർ. വാട്ട് കുഡ് ബി ദാറ്റ് ലെറ്റർ? ദാറ്റ് ഇസ് എ വെരി പോസിബിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, സ്പീച്ച്. The director of the company receives the letter from AG Cronin. കണ്ടിന്യൂസ് ആയിട്ട് കഥ നടക്കുവാണെന്ന് വെച്ചോളൂ. ആ ലെറ്ററിന് ശേഷം he is pleased with the service rendered by Hassan throughout the voyage. They arrange a special get-together of all the officials and crew of the ship. In that get-together, the managing director of the company announces that the company appreciates the service of Hassan and promotes him as the chief petty officer of the ship. The director invites Hassan to speak a few words on this occasion. As I told you, ഒരു vote of thanks പോലെ അല്ലെങ്കിൽ ഈ ഒരു ഫെലിസിറ്റേഷൻ നന്ദി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ആവാം. ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും. പ്രൈസ് ഓഫ് ലവേഴ്സ് എന്ന് പറയുമ്പോൾ അതും വളരെ ബ്യൂട്ടി. ഞാൻ വിട്ടുപോയി കേട്ടോ. ഇഫും പ്രൈസ് ഓഫ് ലവേഴ്സും അതുപോലെ തന്നെയാണ് എനിക്ക് സെറാങ് ഓഫ് റണഗാഞ്ചി. പ്രൈസ് ഓഫ് ലവേഴ്സിൽ നമ്മുടെ മാഗി ഗുപ്ത ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പോലെ ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് മൾട്ടിപ്പിൾ ടൈംസ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമ്മറിയിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആൻസർ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹസൻ. ഓക്കെ, ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. ഹസൻ ഈസ് ദ സെറാങ് ഓഫ് ദ ഷിപ്പ് റണഗാഞ്ചി. He looks like a squat, ugly native seaman with short legs and disproportionate head. He is from Punjab. ഇതൊക്കെ ആ സ്റ്റോറിയിലുള്ള കാര്യമാണ് അല്ലേ. He has been working in the ship for 40 years and he has been in Ranaganji for 15 years. ഇതൊക്കെ ആ ചാപ്റ്ററിൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. He has no place of his own on the shore. He has no family, friends or relatives. He has never married. He is a Muslim. He has no money or property. He is not at all interested in such things. And so he never cares to accumulate such savings. He is very sincere in his duty. He never expects any reward for his work. Courage, self-control and faith are his assets. He helps the doctor by assisting him in watching the patients and caring them. He is ready to serve them even though it is a contagious disease. ഞാൻ പറഞ്ഞു പകരുന്നൊരു അസുഖമായിട്ട് പോലും അദ്ദേഹം അതിനുള്ളൊരു കറേജ് കാണിച്ചു. He prays for the patients. His heart feels deeply for them. He cries for them also. He is very truthful and dutiful. When the patients die, their bodies are thrown into the sea only after his prayer. അത്രയുമൊക്കെ മനസ്സ് കാണിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഹ്യൂമാനിറ്റി അല്ലേ അവിടെ കാണിക്കുന്നത് ശരിക്കും അല്ലേ. Okay, then he has no frenzy-like feeling for his own religion, but he advocates communal harmony through his character. ആ ക്യാരക്ടർ ഒരു മുസ്ലിം ക്യാരക്ടർ ആയിട്ട് പോലും അദ്ദേഹം രാമായണത്തിലെ കുറച്ച് ശ്ലോകങ്ങളൊക്കെ വായിച്ചു അല്ലേ. അവിടെ ഒരു കമ്മ്യൂണൽ ഹാർമണി കൂടി അവിടെ നടക്കുന്നുണ്ട്. The incidents in the story reveals the sympathetic as well as empathetic feelings of Hassan. Okay, the ending of the story, the animals were all outside, hints at the character of Serang, who is presented here as an illustration for a man with a good heart, തോട്ട് ആൻഡ് ഡീഡ് അല്ല. നല്ലൊരു മനുഷ്യൻ്റെ മനസ്സും ഹൃദയവും അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലാണ് അവസാനത്തെ ആ ഡയലോഗൊക്കെ. ഞാൻ പറഞ്ഞ പോലെ ഗുഹയിലാവാൻ മാത്രമേ ഉള്ളൂ, മൃഗങ്ങളൊക്കെ പുറത്താണെന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ ശരിക്ക് ഓദർ മേക്ക് ഷുവർ ചെയ്തിരിക്കുന്നത് അല്ലേ. സെറാങ്, അതായത് നമ്മുടെ ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആഡും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഫ്രീഡം പോലെയാണ്, നിങ്ങൾക്ക് അതിനുള്ള ഫ്രീഡം ഒക്കെ ഉണ്ട്. Okay, so that's all about the lesson, the Serang of Ranaganji, and I'm again telling you guys, this is a very important chapter from the examination point of view. So first of all, you have to do a very thorough reading of the lesson. Textbook il ninnu thanne summary onnu eduthu short portions onnu vaayikanda, do a very good reading. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എൻറ്റയർ ഇൻസിഡൻസ് മനസ്സിൽ നിൽക്കുള്ളൂ. ആക്ച്വലി യു നോ ദ സമ്മറി, റൈറ്റ്? ദെൻ വൺസ് യു റീഡ് ദ എൻറ്റയർ ലെസൺ യു വിൽ കം ടു നോ ഈച്ച് ആൻഡ് എവറി ഇൻസിഡൻസ് വെരി തറോലി, വെരി ഡീപ്ലി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ലെറ്റർ ആയിക്കോട്ടെ, സ്പീച്ച് ആയിക്കോട്ടെ, ഇത്തരം ക്യാരക്ടർ സ്കെച്ചസ് ആയിക്കോട്ടെ. ക്രോണിൻ്റെ ക്യാരക്ടർ സ്കെച്ചും വരാം കേട്ടോ. ഹീ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എക്സാമിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിൽ നിന്ന് വരുന്ന ആൻസേഴ്സ് ഒക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സോ വൺസ് അഗൈൻ ഐ എം ടെല്ലിങ് യു, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ ദി സെറാങ് ഓഫ് റണഗാഞ്ചി.